ഹലോ ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് മീൻ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് വപ്പക്കായിനെ കൊണ്ട് ഇതാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് കറി പരിപ്പാട്ടോ, പരിപ്പ് നല്ല പരിപ്പാടി ഉണ്ടാക്കാൻ പോവാണ് ഞാൻ. അതിൻ്റെ ഇടയ്ക്ക് വപ്പക്കായൊക്കെ ക്ലീൻ ചെയ്ത് ഒക്കെ വെച്ചു. പിന്നെ നല്ല ചട്ടി, ഇത് അപ്പുറത്ത് താത്താന്ന് ചട്ടിയാട്ടോ, സ്വന്തമായിട്ട് തന്നേന്ന്. അപ്പോൾ അത് ഞാൻ എന്താക്കി, അതിൻ്റെ അകത്ത് ഞാൻ വപ്പക്കായ് പുഴുങ്ങിയിട്ട് നല്ല വരട്ടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പരിപ്പ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുക്കറിൽ വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തോരനാക്കാൻ വേണ്ടിയിട്ട് തക്കാളി, ഒരു സവാള, 3 പച്ചമുളക്, ഇതാട്ടോ വപ്പക്കായ് ചിരണ്ടി വെച്ചത്. അപ്പോൾ ഇതിങ്ങനെ വറുത്തുകൊണ്ടിരിക്കുക. പിന്നെ കുറച്ച് തേങ്ങ ബാക്കിയുണ്ട്, എന്തൊരു കഷ്ടപ്പാടാണ്, തമാശാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ട് എൻ്റെ അടുക്കളൻ്റെ കോലം. ഇതൊക്കെ കഴിഞ്ഞ് ക്ലീൻ ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെറിയ ചട്ടി വെച്ചു. എന്താ അപ്പോൾ കടുകാച്ചി വിത്താൻ പരിപ്പര അതിൻ്റെ ഇടയ്ക്ക് ആയിട്ടുണ്ട് കേട്ടോ. എല്ലാം എൻ്റെ ഒരു കൈനെ കൊണ്ട് എടുക്കാൻ കഴിയില്ല, അത്യാവശ്യം എനിക്ക് പറ്റുന്ന ഒത്തിരി ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. പരിപ്പര കേട്ടോ. ഇത് പപ്പടം പൊരിക്കണം. ആ കടുകാച്ചതിൻ്റെ തന്നെ ഞാൻ പപ്പടം പൊരിച്ചിടാന്ന് വെച്ചു. അത് മാങ്ങ എല്ലാം ആക്കിക്കഴിഞ്ഞാൽ ഫ്രിഡ്ജിലിട്ട് 3 മാങ്ങ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു തട്ടിക്കൂട്ടി ഒരു മുളിനെ കൊണ്ടൊരു മാങ്ങ അങ്ങനെ ആക്കി വെച്ച് ഞാൻ. ഇതെല്ലാം കൂട്ടിയിട്ടാണ് ഇനി ചോറ് വയ്ക്കാൻ. അതിന് ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് നെയ്യ്, വെള്ളം ഒഴിക്കില്ല കേട്ടോ. അതൊക്കെ വായിന്ന് തന്നെ വെള്ളം ഊറുന്നു. അതിനിതാ വപ്പക്കായ് വരട്ടിയത്, വപ്പക്കായ് തോരൻ അങ്ങനെ ഉണ്ടാക്കിയതിന്, പരിപ്പ് കറി, മാങ്ങ മുളകിട്ടത്, പപ്പടം, ഇന്നലത്തെ നെയ്ച്ചോറ്. ഇതെൻ്റെ അടുക്കള എങ്ങനെയുണ്ട്? എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ തിന്നിട്ട് വരട്ടോ. നമ്മൾ മാങ്ങച്ചാറുണ്ട്, വപ്പക്കായുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കല്ലേ. ചോറുണ്ടിട്ട് വരെ. ബായ്.